ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെമ്മറി മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിലല്ല അതിന് മുന്നത്തെ ക്ലാസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു, മെമ്മറി മാപ്പിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ പഠിപ്പിച്ചിരുന്നു. മെമ്മറി എങ്ങനെയാണ് പല സെഗ്മെന്റുകളാക്കി ഡിവൈഡ് ചെയ്യുന്നത്, എവിടെയാണ് പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുന്നത്, എവിടെയാണ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് ഗ്ലോബൽ വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡൈനാമിക് വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡൈനാമിക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അവിടെ നമുക്ക് പറയാതെ വിട്ട ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്, അതാണ് എൻഡിയാനസ് എന്ന് പറയുന്നത്. ആക്ച്വലി എൻഡിയാനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറിയിൽ നമ്മൾ എങ്ങനെയാണ് ബൈറ്റുകളെ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ ഓർഡറിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻഡിയാനസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഓർഡർ ഇൻ വിച്ച് ദ ബൈറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ എ മെമ്മറി. ഒരു മെമ്മറിയിലെ ബൈറ്റ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മെത്തേഡിനെയാണ്, ആ വേ ഓഫ് സ്റ്റോറിങ് പർട്ടിക്കുലർ ഇൻ ഓർഡർ, ഒരു പർട്ടിക്കുലർ ഓർഡറിൽ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡിന് അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് എൻഡിയാനസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എൻഡിയാനസ് 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിഗ് എൻഡിയാനും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിറ്റിൽ എൻഡിയാനും ആണ്. ബിഗ് എൻഡിയാനും ഉണ്ട്, ലിറ്റിൽ എൻഡിയാനും ഉണ്ട്. അതെന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ ബൈറ്റുകൾ എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ ബൈറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അഡ്രസ് എന്ന് പറയുന്നത് ഇതാണെന്ന് വെച്ചോ. ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഈ ബ്ലൂ കളറിലുള്ള ബൈറ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന 15365879, ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റേനെ ആണെങ്കിൽ ബൈറ്റിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. സോ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു ബൈറ്റ് ബിറ്റ് റെപ്രസെന്റേഷന് നമുക്ക് എന്തുണ്ട്, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും ഉണ്ട്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും ഉണ്ട്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈക്ക് 15ഉം, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് 79 എന്ന് പറയുന്ന കൺസെപ്റ്റുമാണ് നമുക്കറിയാം. സോ ഇതിനകത്ത് ആദ്യം നമ്മൾ മെമ്മറിയിൽ ഏതിനെ പ്ലേസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് രണ്ട് തരത്തിലുള്ള എൻഡിയാനസ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള എൻഡിയൻ കൺസെപ്റ്റ് വരുന്നത്. എൻഡിയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ 15, 36, 58, 79 എന്ന് പറയുന്ന അഡ്രസ്സിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണം. അത് ഏത് ഓർഡറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു അതാണ് എൻഡിയാനസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഗ് എൻഡിയാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയ 15 ആയിരിക്കും. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെയാണ് ആദ്യത്തെ വേർഡായിട്ട് സ്റ്റോർ ചെയ്യുന്നത് എങ്കിൽ, മെമ്മറിയിലെ ഫസ്റ്റ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നത് എങ്കിൽ അതിനാണ് ഇത് വിളിക്കുന്നത് ബിഗ് എൻഡിയാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ 36 കഴിഞ്ഞാൽ 58 കഴിഞ്ഞാൽ 79, ആ ഒരു പർട്ടിക്കുലർ ഓർഡറിലേ പോവുള്ളൂ. പക്ഷെ ആ ഓർഡർ MSBയിൽ നിന്ന് തുടങ്ങണോ LSBയിൽ നിന്ന് തുടങ്ങണോ എന്നുള്ളതിനെ അനുസരിച്ചാണ് രണ്ട് തരത്തിലുള്ള എൻഡിയാനസ് കൺസെപ്റ്റ് വരുന്നത്. ബിഗ് എൻഡിയാൻ ആണെങ്കിൽ MSB മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന് നമ്മൾ ആദ്യത്തെ വേർഡായിട്ട് സ്റ്റോർ ചെയ്യുന്നു, ദെൻ പിന്നെ അങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് ആണ് LSBനെ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ലിറ്റിൽ എൻഡിയാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ, ലിറ്റിൽ എൻഡിയാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ അവിടെ ലിറ്റിൽ എന്ന് ഓർത്താൽ മതി, LSB. ലിറ്റിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ ആദ്യത്തെ വേർഡായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയ 79 ആയിരിക്കും. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്താ, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് MSB എന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. MSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഏത് റെപ്രസെന്റേഷനിലാണ്, ഇപ്പൊ ഡെസിമൽ ആണോ അല്ലെങ്കിൽ ബൈനറി ആണോ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ ആണോ, ഏത് ടൈപ്പിലുള്ള റെപ്രസെന്റേഷൻ ആണെങ്കിലും ആ റെപ്രസെന്റേഷനിൽ ഒരു പർട്ടിക്കുലർ ബേസ് ഉണ്ടായിരിക്കും. ഇപ്പൊ 2 0യും 1ഉം ആയിട്ട് നമ്മൾ എഴുതുന്നെങ്കിൽ എന്താണ്, അത് 2 ആണ് ഇവിടുത്തെ ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ 2ന്റെ പവർ 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3 അങ്ങനെ എക്സെട്ര കൂടി വരുവാണ് ചെയ്യുന്നത്. സോ ആ 2 raised to എന്ന് പറയുന്ന പവർ വെയിറ്റേജ് എവിടെയാണോ കൂടുതൽ വരുന്നത് അതിനെയാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 2 raised to 0 എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും. 2 ബേസ് ആയിട്ട് വരുന്ന കേസാണ് ഞാൻ പറയുന്നത്. ഇനി ഹെക്സാഡെസിമൽ ആണ് ബേസ് എങ്കിലോ 16 ആണോ 15 ആണോ എത്രയാണോ അവിടെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും എന്ത് വരുന്നത്, റൈസ് ടുവിന്റെ പവർ വരുന്നത്. സോ ആ പവർ കൂടുതലുള്ള സ്ഥലത്തായിരിക്കും വെയിറ്റേജ് കൂടുതൽ വരുന്നത്. ആ വെയിറ്റേജ് കൂടുതൽ വരുന്നിടത്താണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ് നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യുന്നത് എങ്കിൽ, നമ്മൾ മെമ്മറിയിൽ ആദ്യം സ്റ്റോർ ചെയ്യുന്നത് എങ്കിൽ അത് ബിഗ് എൻഡിയൻ കൺസെപ്റ്റ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് അഡ്രസ്സിന് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബൈറ്റ് അഡ്രസ്സിന് പല രീതിയിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അറബിക് പോലുള്ള ലാംഗ്വേജസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വായിക്കുന്നത്. സോ ഏത് ഓർഡർ ആണ് നമ്മളത് സ്വീകരിക്കേണ്ടത്, ഏത് ഓർഡറിലാണ് അത് വായിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് അത് റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യേണ്ടത്, ആ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് എൻഡിയാനസ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്.
എൻഡിയാനസ് രണ്ട് രീതിയിലുണ്ട്, ബിഗ് എൻഡിയാനും ഉണ്ട്, ലിറ്റിൽ എൻഡിയാനും ഉണ്ട്. ബിഗ് എൻഡിയാന്റെ കേസിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റായി MSBs ആയിരിക്കും ആദ്യം സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ലിറ്റിൽ എൻഡിയാന്റെ കേസിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റായ LSB ആയിരിക്കും ആദ്യം സ്റ്റോർ ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഇതാകാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി നമുക്ക് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? ഈ മെമ്മറി കൺസെപ്റ്റിന് ശേഷം നമ്മൾ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. അസംബ്ലിങ് എന്താന്ന് പറഞ്ഞല്ലേ, അസംബ്ലർ ഡയറക്റ്റീവ്സിന്റെ എൻഡിങ്ങിലേക്ക് നമ്മൾ എത്തിയിരുന്നു. അസംബ്ലർ ഡയറക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നോ? എങ്ങനെയാ ടെക്സ്റ്റ്, ഡേറ്റ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? ഓർക്കുന്നുണ്ടോ പിള്ളേരെ? എനിവൻ? ഇതൊക്കെ പറഞ്ഞതല്ലേ? ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പൊ നമുക്ക് അവിടെ ചെറിയൊരു ടോപ്പിക്കും കൂടെ, എന്താണ് അസംബ്ലിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് അസംബ്ലിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ ഫ്ലോ ചാർട്ടും കൂടെ പറഞ്ഞാൽ മതി. സോ നമ്മൾ അസംബ്ലർ അല്ലെങ്കിൽ അസംബ്ലർ ഡയറക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? മെഷീൻ ലാംഗ്വേജ് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സറിനെ വർക്ക് ചെയ്യിക്കുകയാണ്. സോ ആ പ്രോസസ്സറിന് മനസ്സിലാകുന്ന ഭാഷയിൽ, പ്രോസസ്സറിന് റീഡബിൾ ആയിട്ടുള്ള ഭാഷയായ മെഷീൻ ലാംഗ്വേജിലാണ് നമ്മൾ ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു അസംബ്ലിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അസംബ്ലി ലാംഗ്വേജിനെ അസംബ്ലർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ട്രാൻസ്ലേറ്ററിലൂടെ കടത്തിവിട്ട് എങ്ങനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റിയെടുക്കുന്നു, ആ ഒരു പർട്ടിക്കുലർ ടേണിംഗ് ആണ്. അസംബ്ലർ എന്ന് പറയുന്നത് ആക്ച്വലി അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അസംബ്ലർ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ അസംബ്ലി ലാംഗ്വേജിനെ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്? അത് നമുക്കൊരു ഫ്ലോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ നമ്മൾ സോഴ്സ് ഫയൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോഴ്സ് ഫയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാമർ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ്. അസംബ്ലി ലാംഗ്വേജിൽ നിമോണിക്സുകളും അസംബ്ലി ഡയറക്റ്റീവ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നു. ആ പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. സോഴ്സ് കോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാമർ എഴുതി ഉണ്ടാക്കിയ പ്രോഗ്രാമിനെയാണ്. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് നിമോണിക് കോഡുകളും അസംബ്ലി ഡയറക്റ്റീവ്സും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു അസംബ്ലി ലാംഗ്വേജ് കോഡായിരിക്കും. സോ ഇങ്ങനെയുള്ള സോഴ്സ് കോഡിനെ അസംബ്ലർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടത്തിവിടുന്നു. അസംബ്ലർ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സോഴ്സ് ഫയലിൽ നിന്നുള്ള പ്രോഗ്രാംസിനെ റീഡ് ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യുന്നു. സോഴ്സ് കോഡിൽ നിന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതെന്ത് ചെയ്യുന്നു? നിമോണിക്സുകളെ, അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ചില നിമോണിക്സ് പോലുള്ള കോഡുകളെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡുകൾ വിളിക്കുന്നത് ഓപ്പ് കോഡുകൾ എന്നാണ്. ആ ഒരു പർട്ടിക്കുലർ നിമോണിക്കുകളെ, ആഡ് എന്ന് പറയുന്ന നിമോണിക് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നിമോണിക്കിനെ അതിന്റെ ബൈനറി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി മെഷീൻ കോഡ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെമ്മറി അലോക്കേഷനും അതുപോലെ തന്നെ പ്രോഗ്രാം സ്ട്രക്ചേഴ്സിനും ഒക്കെ നമ്മൾ ഡയറക്റ്റീവ്സിന് ഉപയോഗിക്കുന്നു. സോ സോഴ്സ് കോഡ് ഉണ്ട്. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജ് ആണ്. നമ്മൾ നിമോണിക്സും അസംബ്ലർ ഡയറക്റ്റീവ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമർ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഈ സോഴ്സ് കോഡിനെ അസംബ്ലർ എന്ന് പറയുന്ന ട്രാൻസ്ലേറ്ററിലേക്ക് കടത്തിവിട്ട് അസംബ്ലി ലാംഗ്വേജിനെ എന്താക്കി മാറ്റുന്നു? മെഷീന് മനസ്സിലാകുന്ന രീതിയിലുള്ള നിമോണിക് കോഡുകളെ മെഷീന് മനസ്സിലാകുന്ന രീതിയിലുള്ള ബൈനറി കോഡുകളാക്കി മാറ്റുന്നു. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതാണ് ഒബ്ജക്ട് ഫയൽ എന്ന് പറയുന്നത്. അസംബ്ലർ എന്ന് പറയുന്ന ട്രാൻസ്ലേറ്ററിൽ നിന്ന് നമുക്ക് എന്താണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അതിനെയാണ് ഒരു ഒബ്ജക്ട് ഫയൽ എന്ന് വിളിക്കുന്നത്. ഈ ഒബ്ജക്ട് ഫയലില് ഈ അസംബ്ലി ലാംഗ്വേജ് നമ്മൾ എഴുതിയ പ്രോഗ്രാമിന്റെ മെഷീൻ കോഡുകൾ അല്ലെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻസോ സിംബൽസോ ഒക്കെ ആയിരിക്കും വരുന്നത്. ഇനി അടുത്തൊരു സ്റ്റേജ് ആണ് ലിങ്കിങ് എന്ന് പറയുന്നത്. ഒരു ലിങ്കർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്ട് ഫയൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ കണക്റ്റഡ് ആയിട്ടുള്ള കുറെ മൾട്ടിപ്പിൾ ഒബ്ജക്ട് ഫയലുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ പർട്ടിക്കുലർ അതിനെ ഒബ്ജക്ട് ഫയലുകളെ റൺ ചെയ്യാൻ എന്തൊക്കെ ലൈബ്രറീസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യമായി വരുന്നുണ്ട് അതിനെ എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എന്താണ് ഒരു പ്രോസസ്സിംഗ് ആണ് ലിങ്കിങ് എന്ന് പറയുന്നത്. ഒരു ലിങ്കർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ഒബ്ജക്ട് ഫയലുകളെ കമ്പൈൻ ചെയ്യുന്നു. ആ ഒബ്ജക്ട് ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായി വരുന്ന സോഫ്റ്റ്വെയർ ലൈബ്രറീസോ അങ്ങനെയുള്ള എന്ത് കൺസെപ്റ്റ് ആണ് വേണ്ടത് അതിനെ എല്ലാത്തിനെയും യോജിപ്പിക്കുന്നു. ആ ഒരു കമ്പൈനിങ് പ്രോസസ് ആണ് അവിടെ ലിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ആണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. എക്സിക്യൂഷനിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫയലിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു, അതിനെ പ്രോസസ്സറിലേക്ക് റൺ ചെയ്യിക്കുന്നു. അതാണ് എക്സിക്യൂഷൻ സ്റ്റേജിൽ നടക്കുന്നത്. സോ ആക്ച്വലി അസംബ്ലിങ് എന്ന് പറഞ്ഞാൽ
അസംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അസംബ്ലി ലാംഗ്വേജിനെ അസംബ്ലറിന്റെ ഹെൽപ്പോട് കൂടി മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റി അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ്. അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് അല്ലെങ്കിൽ source.sc നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ സോഴ്സ് കോഡിനെ അസംബ്ലർ എന്ന് പറയുന്ന ട്രാൻസ്ലേറ്ററിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഒബ്ജക്റ്റ് കോഡ്. ഈ ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫയലുകൾ എന്ന് പറയുന്നത് മെഷീൻ കോഡുകളാണ്. ഈ ഒബ്ജക്റ്റ് കോഡുകൾ എല്ലാത്തിനെയും കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ലിങ്കർ എന്ന് പറയുന്ന പ്രോഗ്രാം. ലിങ്കർ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ഫയലുകളെയൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് അതിനാവശ്യമായിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ലൈബ്രറീസോ കാര്യങ്ങളോ വേണമെങ്കിൽ അതിനെയും എടുത്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനെ റൺ ചെയ്യാൻ പാകത്തിനാക്കി മാറ്റുന്നു. അങ്ങനെ എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലാക്കിയ പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേജിലേക്ക് കടത്തിവിടുന്നു. സോ ഈ എക്സിക്യൂട്ടബിൾ ഫയലുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ലിങ്കറിനെ ഉപയോഗിക്കുന്നത്. ലിങ്കർ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ഫയലുകളെ കമ്പൈൻ ചെയ്ത് ആ ഒബ്ജക്റ്റ് ഫയലുകൾക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയർ ലൈബ്രറീസോ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതിനെയും കമ്പൈൻ ചെയ്ത് ഒരു എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റുന്നു. അങ്ങനെ പ്രോസസ്സിംഗ് ആണ്. ഇത്രയും സ്റ്റെപ്പ് ഒരു സോഴ്സ് ലാംഗ്വേജ് കോഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അസംബ്ലി ലാംഗ്വേജ് കോഡിൽ നിന്ന് അസംബ്ലറിലൂടെ കടന്ന് ഒബ്ജക്റ്റ് ഫയലുകളാക്കി ഒബ്ജക്റ്റ് ഫയലുകളെ ലിങ്ക് ചെയ്ത് ആ ലിങ്ക് ചെയ്ത് കിട്ടുന്നതിനെ കമ്പൈൻ ചെയ്ത് മൾട്ടിപ്പിൾ എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റുന്ന പ്രോസസ്സിങ്ങിനെയാണ് അസംബ്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസംബ്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എല്ലാരും ചാറ്റിൽ വന്നേ. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഒരു മെമ്മറിയിലേക്ക് പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ അഡ്രസ്സിന് എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ഓർഡറിൽ മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടേമിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മെമ്മറിയിലെ ഏത് ഓർഡറിലാണ്, വെരി ഗുഡ്, ഏത് ഓർഡറിലാണ് ബൈറ്റ് അഡ്രസ്സിംഗ് നടത്തുന്നത് ആ ഒരു പർട്ടിക്കുലർ ഓർഡറിനെ അല്ലെങ്കിൽ അതിനെ ടേമിനെയാണ് എൻഡിയാനസ്. എൻഡിയാനസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ഓർഡറിലാണ് നമ്മൾ മെമ്മറിയിൽ അഡ്രസ്സിങ്ങിന് വയ്ക്കുന്നത്. ആ ഒരു 2 ടൈപ്സ് ഓഫ് എൻഡിയാൻസ് ഏതൊക്കെയാണ്? 2 ടൈപ്സ് ഓഫ് എൻഡിയാൻസ്, ബിഗ് ആൻഡ് ലിറ്റിൽ എൻഡിയാൻ. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെയാണ് ഞാൻ ആദ്യം പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെയാണ് ഞാൻ ആദ്യം മെമ്മറിയിൽ പ്ലേസ് ചെയ്യുന്നത് എങ്കിൽ അത് വിച്ച് ടൈപ്പ് ഓഫ് എൻഡിയാനസ് ആണ്? ബിഗ് എൻഡിയാനസ് എന്നതിനെ പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിറ്റിൽ എൻഡിയാനസിൽ ആദ്യം പ്ലേസ് ചെയ്യുന്ന അഡ്രസ് ഏതാണ്? വെരി ഗുഡ്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റായ LSB നെയാണ് നമ്മൾ ആദ്യം ലിറ്റിൽ എൻഡിയാനസിൽ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. എന്റെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് പറയുന്ന പേര്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡ് ആക്കി മാറ്റാൻ, ഓക്കെ, പ്രോസസ്സിനാണെങ്കിൽ അസംബ്ലിംഗ് എന്ന് പറയും. ഉപയോഗിക്കുന്ന പ്രോഗ്രാമിന് അല്ലെങ്കിൽ ആ ട്രാൻസ്ലേറ്ററിനെ ആണെങ്കിൽ അസംബ്ലർ എന്ന് പറയും കേട്ടോ. ആ രണ്ട് ഡിഫറൻസ് പഠിച്ചു വെക്കണം. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കി മാറ്റി എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് വിളിക്കുന്നത് അസംബ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അസംബ്ലർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒബ്ജക്ട് ഫയൽ ഈസ് ഔട്ട്പുട്ട് ഓഫ് വിച്ച് പ്രോഗ്രാം? ഏത് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ആണ് അല്ലെങ്കിൽ ഏത് ട്രാൻസ്ലേറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് ഒബ്ജക്ട് ഫയൽസ് എന്ന് പറയുന്നത്? അസംബ്ലർ ആണ്. അസംബ്ലർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ട്രാൻസ്ലേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒബ്ജക്ട് ഫയലിനെ ജനറേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്ട് ഫയലുകളെ കമ്പൈൻ ചെയ്ത് അതിനാവശ്യമായിട്ട് വരുന്ന സോഫ്റ്റ്വെയർ ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിംഗ് നടത്തുന്ന സ്റ്റേജിന് നമ്മൾ എന്ത് പറയും? ലിങ്കർ എന്ന പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനാണ് ലിങ്കിങ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ആ ഒരു പർട്ടിക്കുലർ ഫ്ലോ ചാർട്ട് എഴുതാൻ പറ്റുമോ നോക്കിക്കേ. ആദ്യം ഏത് കോഡായിരുന്നു? ഫസ്റ്റ് കോഡ്, ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു പറയുന്നതിന്? സോഴ്സ് കോഡ്. ഈ സോഴ്സ് കോഡിന് നമ്മൾ എന്തിലേക്ക് കടത്തി വിടുന്നു? ഏത് ട്രാൻസ്ലേറ്ററിലേക്ക്? വിച്ച് ട്രാൻസ്ലേറ്ററിലേക്ക്? അസംബ്ലർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോഴ്സ് കോഡിന് നമ്മൾ അസംബ്ലറിലേക്ക് കടത്തി വിടുന്നു. അസംബ്ലറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന് എന്ത് പറയും? അസംബ്ലറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ഒബ്ജക്ട് ഫയൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഒബ്ജക്ട് ഫയൽസിനെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്ത് ലിങ്കർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിലൂടെ കടത്തിവിട്ട് എന്ത് ഫോർമാറ്റിലേക്ക് ആക്കുന്നു? എന്ത് ഫയലിലേക്ക് ആക്കുന്നത്? ഒബ്ജക്ട് ഫയലിനെ കമ്പൈൻ ചെയ്ത് ലിങ്കറിലൂടെ കടത്തിവിട്ട് നമ്മൾ എന്താക്കി മാറ്റുന്നു? മെഷീൻ കോഡ് ആക്കി മാറ്റുന്നു എന്നല്ല, അതിന് നമ്മളൊരു പർട്ടിക്കുലർ ഫയൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ഫയൽ എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞതാണ് എക്സിക്യൂഷൻ ആണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ഫയൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. എക്സിക്യൂട്ടബിൾ ഫയലിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ അതിനെ എന്ന് വിളിക്കുന്നത് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോസസ്സിംഗ് ആണ് എന്ന് വിളിക്കുന്നത് എക്സിക്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കും.
ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനി 2 ടോപ്പിക് കൂടെ കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ആവുള്ളൂ. കുറച്ച് ലാഗ് ഉണ്ട്. സിഒയെ കുറിച്ച് നല്ലപോലെ എന്താ കണ്ടന്റ് ഉണ്ട് മൊഡ്യൂൾസിലാണെങ്കിലും. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ്. സോ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റില് നമുക്ക് എന്താണ് പ്രോഗ്രാം ഫ്ലോ, എന്താണ് ബ്രാഞ്ചിങ്, എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, എന്താണ് ലൂപ്സ്, അറേസ്, ഫംഗ്ഷൻ കോൾസ്, ഇൻസ്ട്രക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ എന്താണ് പ്രോഗ്രാമിംഗ് എന്നുള്ളതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആക്ച്വലി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സെറ്റ് ഓഫ് കോഡുകൾ എഴുതുവാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോഡുകൾ എഴുതിയിട്ട് ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ പെർഫോം ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്, ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. സോ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ള സി, ജാവ ഇവയൊക്കെ എന്താണ്? കുറച്ചും കൂടെ അബ്സ്ട്രാക്ട് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അസംബ്ലി ലാംഗ്വേജസിനേക്കാൾ എന്ന് പറയുന്നത്. എന്താണ് അബ്സ്ട്രാക്ട് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് മോർ റിലേറ്റഡ് ടു മെഷീൻ ആണ്. ഒരു മെഷീന് മനസ്സിലാകുന്ന രീതിക്ക്, അതായത് മെഷീനിന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് പോലുള്ള ലോ ലെവൽ ലാംഗ്വേജസ്. എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ യൂസ് ചെയ്യുന്ന യൂസറിന്, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമണ് മനസ്സിലാകുന്ന രീതിക്ക്, കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിക്ക് ആണ് പ്രോഗ്രാമിംഗ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെ? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ, ലൈക് സി, ജാവ, ഫോർട്രാൻ, ഇതൊക്കെ എന്താണ്? സി പോലുള്ള ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ യൂസർ അല്ലെങ്കിൽ ഹ്യൂമണിന് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിക്കാണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. എന്നാൽ അസംബ്ലി ലാംഗ്വേജ് പോലുള്ള ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് കുറച്ചും കൂടെ അത് എന്താണ്, ന്യൂമോണിക് കോഡുകളൊക്കെ എന്താണ്, മെഷീൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ മെഷീന് മനസ്സിലാകുന്ന രീതിക്കാണ് മോർ ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസിനെയാണ് കുറച്ചും കൂടെ അബ്സ്ട്രാക്ട് ലെവലാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്സ്ട്രാക്ട് മീൻസ് ഇൻ ദ വ്യൂ ഓഫ് യൂസർ. ഒരു യൂസറിന്റെ വ്യൂവില് അവർക്ക് കൂടുതൽ ആപ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മനസ്സിലാവുന്ന രീതിക്കാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം നമ്മൾ എഴുതുവാണെങ്കിൽ ആദ്യം നമ്മൾ നിമോണിക്സുകൾ മനസ്സിലാക്കണം, നിമോണിക്സുകൾ കാണാപ്പാഠം പഠിക്കണം. ലൈക്ക് ആ ഒരു നിമോണിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ നമുക്ക് ഇപ്പൊ ഒരു ഹൈ ലെവൽ പ്രോഗ്രാം സി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം എഴുതുവാണെങ്കിൽ എനിക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ എനിക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഫാക്ട് എന്നോ അല്ലെങ്കിൽ ഫാക്ടോറിയൽ എന്നോ, ഫാക്ട് ഇസിക്കൽ ടു ഐ സ്റ്റാർ ഫാക്ട് ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന ഫാക്ടോറിയൽ എന്ന് പറയുന്ന കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് അവിടെ ഫാക്ട് എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ കീവേഡ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും വരുന്നതാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. എന്നാൽ അസംബ്ലി ലാംഗ്വേജസ് ഒക്കെ കുറച്ചും കൂടി മെഷീൻ ഓറിയന്റഡ് ആണ്. അവിടെ ആഡ്, ലോഡ്, ആ ഒരു പർട്ടിക്കുലർ മെഷീനെ മനസ്സിലാവുന്ന രീതിക്കുള്ള കോഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ആബ്സ്ട്രാക്ട് ലെവൽ ഡിഫറൻസ് പറയുന്നത്. ഇനി പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്താണ്? ഒരു കോമൺ സോഫ്റ്റ്വെയർ കൺസ്ട്രക്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ്. കൺസ്ട്രക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിപ്പോ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സിയിലാവാം, ജാവയിലാവാം, വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാവാം. ആ ലാംഗ്വേജിലൊക്കെ എഴുതുമ്പോഴും ചില ബിൽഡിംഗ് ബ്ലോക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില കൺസെപ്റ്റുകൾ എല്ലായിടത്തും സെയിം ആണ്. ഫോർ എക്സാമ്പിൾ അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് സെയിം ഡേറ്റ ടൈപ്പിലുള്ള കുറച്ച് ഡേറ്റാസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് ആണ്. ആ അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് സിയിലാണെങ്കിലും അല്ലെങ്കിൽ ജാവയിലാണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കീവേഡ് ഡിഫറൻസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. പക്ഷെ കൺസെപ്റ്റ് എന്താണ്? അറേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ഏത് പ്രോഗ്രാമിംഗ്, ഹൈ ലെവൽ പ്രോഗ്രാമിങ്ങിനും സെയിം കൺസെപ്റ്റ് ആണ് വരുന്നത്. അതല്ല എങ്കിൽ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പൊ ആ ഫംഗ്ഷന്റെ എന്താണ് ഡെഫിനിഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ഒരു സെറ്റ് ഓഫ് കോഡുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഫംഗ്ഷൻ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഈ ഫംഗ്ഷൻ നമുക്ക് വേണ്ടപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ പ്രോഗ്രാം എവിടെയൊക്കെ ഫാക്ടോറിയൽ കാണണം അവിടെയൊക്കെ ജസ്റ്റ് ആ ഫാക്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. സോ ആ ഒരു കൺസെപ്റ്റും കൂടിയാണ് ഈ കൺസ്ട്രക്ട്. അതായത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം കോമൺ സോഫ്റ്റ്വെയർ കൺസ്ട്രക്ട് യൂസ് ചെയ്യുന്നു. കൺസ്ട്രക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില നമ്മൾ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഇപ്പൊ എല്ലാ പ്രോഗ്രാമിന് വേണ്ടി യൂസ് ചെയ്യുന്ന അറേസ്, ലൂപ്പുകൾ. ഇപ്പൊ നമ്മൾ റിപ്പീറ്റഡ്ലി നമുക്ക് യൂസ് ചെയ്ത് വരുന്ന ഇന്ന സമയം വരെ ഇത് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു സെനാരിയോ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്പുകൾ യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് നമ്മൾ സിയിൽ യൂസ് ചെയ്യും, ജാവയിൽ. അത് ഡിഫറെന്റ്, എന്താ ഒരു കീവേഡ് ഡിഫറൻസ് എവിടെ ഉള്ളൂ, പക്ഷെ കൺസെപ്റ്റ് എന്താണ്? സെയിം ആണ്. സോ അങ്ങനെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ചെറിയ ബിൽഡിംഗ് ബ്ലോക്കുകളെയാണ് ഈ കൺസ്ട്രക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലൂപ്പ് ആവാം, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റുകളാകാം. കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വെച്ചാൽ എന്താണ്? നമുക്ക് ഇന്നൊരു കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്ന സെനാരിയോ വർക്ക് ചെയ്യണം, അതല്ല ഫോൾസ് ആണെങ്കിൽ ഇന്നത് വർക്ക് ചെയ്യണം. ആ ഒരു കേസുകളൊക്കെ പറയുന്നതാണ്. അങ്ങനെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്ന ചില കൺസെപ്റ്റുകൾ എല്ലാ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് കൺസ്ട്രക്ട് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോഗ്രാം ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു? മെമ്മറിയിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. മെമ്മറിയിൽ ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു.
ഓരോ ഇൻസ്ട്രക്ഷനും 32 ബിറ്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. 32 ബിറ്റ് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 ബിറ്റിന്റെ കളക്ഷനെയാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. സോ 32 ബിറ്റ് എത്ര ബൈറ്റ് ആണെന്ന് അറിയണമെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ മതി. ഇപ്പൊ 64 ബിറ്റ് എത്ര ബൈറ്റ് ആണെന്ന് അറിയണമെങ്കിൽ 64 ഡിവൈഡ് ബൈ 8 ചെയ്താൽ മതി. 16 ബിറ്റ് എത്ര ബൈറ്റ് ആണെന്ന് അറിയണമെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ മതി. സോ 8 ബിറ്റുകളുടെ കളക്ഷൻ ആണ് ഒരു ബൈറ്റ് നമുക്കറിയാം. അപ്പൊ 32 ബിറ്റ് എന്ന് പറയുന്നത് 4 ബൈറ്റുകളാണ്. ഇനി എന്തിനാണ് ഈ 4 ബൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മെമ്മറിയിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആഡ് എന്ന് വെച്ചാൽ ആഡ് ഇമ്മീഡിയറ്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ്, ന്യൂമോണിക് കോഡാണ്. ഈ ആഡ് ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 538 എന്ന് പറയുന്ന ഒരു മെമ്മറി അഡ്രസ്സിലാണ്. സോ ഈ ആഡ് ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ 32 ബിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആയ LW സ്റ്റോർ ചെയ്യുന്നത് 538 എന്ന് പറയുന്ന ലൊക്കേഷനോട് കൂടി 4 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ത് വാല്യൂ ആണോ ആ ലൊക്കേഷനിലായിരിക്കും. കാരണം എന്താണ്? ആഡ് ചെയ്തതിന് ശേഷം വേണം എനിക്ക് ലോഡ് ചെയ്തതിന് ശേഷം വേണം എനിക്ക് സ്റ്റോർ ചെയ്യാൻ. അതൊരു പർട്ടിക്കുലർ പ്രോഗ്രാം ഫ്ലോ ആണ്. ഇന്ന സ്റ്റെപ്പിന് ശേഷം ഇന്ന സ്റ്റെപ്പിന് ശേഷം ഇന്ന സ്റ്റെപ്പ്, ആ ഒരു ഫ്ലോയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. സോ ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 538 നമുക്ക് ഓൾറെഡി ഉണ്ട്. ഈ 538നോട് കൂടി 32 ബിറ്റ് ഇൻസ്ട്രക്ഷന്റെ 4 ബൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 53C. എന്തുകൊണ്ടാണ് 38ന് ശേഷം 3C പോയത്? 0 മുതൽ 9 വരെയും A മുതൽ F വരെയും യൂസ് ചെയ്യുന്ന ഒരു ഹെക്സാഡെസിമൽ കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെമ്മറി സ്റ്റോറേജിന് വേണ്ടിയിട്ട്. സോ 8നോട് കൂടി 4 കൂട്ടി കഴിഞ്ഞാൽ ആദ്യം 9 ആവും, പിന്നെ A ആവും, B ആവും, C ആവും. അപ്പൊ 53C എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് അഡ്രസ് വരുന്നത്. ഇനി ഈ 53C എന്ന് പറയുന്നത് ലോഡ് LW എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന്റെ മെമ്മറി ലൊക്കേഷൻ ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോർ ആണ്. SW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം 32 ബിറ്റ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ടാണ് 4 ബൈറ്റ് വെച്ച് ആഡ് ചെയ്ത് പോകുന്നത്. ഇനി 53Cയോട് കൂടി 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 540 ആയിരിക്കും കിട്ടുന്നത്. സോ അങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് ഓരോ മെമ്മറി അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എന്തിനാണ് ഇങ്ങനെ മെമ്മറി അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിരുന്നു. ബേസിക് ഓപ്പറേഷണൽ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചിരുന്നു. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്റർ പ്രോസസർ എന്ന് പറയുന്ന യൂണിറ്റിലുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറന്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ മെമ്മറിയാണ് ഈ പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ഞാൻ ആഡ് ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ആ 538 ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ആഡ് ആയി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രോഗ്രാം കൗണ്ടറിനെ അപ്ഡേറ്റ് ചെയ്യണം. അടുത്ത ഏത് ഇൻസ്ട്രക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ്സ് കൊടുക്കണം. സോ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലോഡാണ്. അപ്പൊ ലോഡിന്റെ അഡ്രസ് എത്രയാണ്? 536. അതിന് കറന്റ് ലൊക്കേഷനോട് ഒരു പുതിയ 4 ബൈറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്രസ് ആണ് പുതിയ ലൊക്കേഷന്റെ അഡ്രസ് എന്ന് പറയുന്നത്. സോ ഓരോ ഇൻസ്ട്രക്ഷൻസും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ അപ്ഡേഷൻ നടത്തണം. എന്നാൽ മാത്രമേ ആ കറക്റ്റ് പ്രോഗ്രാം ഫ്ലോയിൽ അത് വർക്ക് ചെയ്യുകയുള്ളൂ. അത് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ കറക്റ്റ്ലി അപ്ഡേഷൻ നടക്കുമ്പോഴാണ്. അങ്ങനെ അപ്ഡേഷൻ നടക്കണമെങ്കിൽ ആദ്യത്തെ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് നമുക്ക് വേണം. ആ അഡ്രസ്സിനോട് കൂടി എത്ര ബൈറ്റ് ആഡ് ചെയ്താലാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് കിട്ടുന്നത് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ, മനസ്സിലാവുന്നു ഇല്ലെങ്കിൽ പറയണം കേട്ടോ. സോ പ്രോഗ്രാം ഫ്ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ഇൻസ്ട്രക്ഷനെ ഏത് സമയത്ത് പെർഫോം ചെയ്യണം അത് ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന പർട്ടിക്കുലർ രജിസ്റ്റർ ആണ്. ഈ പ്രോഗ്രാം കൗണ്ടറിലേക്ക് നമുക്ക് അതത് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ടുള്ള അഡ്രസ്സ് ആഡ് ചെയ്ത് പോയതാലേ പറ്റുള്ളൂ. പ്രോഗ്രാം കൗണ്ടറിൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഇനീഷ്യൽ അഡ്രസ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം എത്ര ബിറ്റ് അഡ്രസ് ആണോ ആഡ് ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നടക്കുന്നത്. ഇനി ഈ പ്രോഗ്രാം ഫ്ലോ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പഠിക്കാനുണ്ട്. അതിനകത്ത് ആദ്യത്തെയാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആൻഡും മോറും ഒക്കെ നമ്മൾ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ ഇവിടെ ലോജിക്കൽ RISC-V എന്ന് പറയുന്ന ആർക്കിടെക്ചറിൽ ഉപയോഗിക്കുന്ന ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ആൻഡ്, ഓർ, എക്സോർ. ഈ ഓപ്പറേഷൻസ് എല്ലാം അല്ലെങ്കിൽ ഈ ആൻഡ്, ഓർ, എക്സോർ ഓപ്പറേഷൻസ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം 2 സോഴ്സ് രജിസ്റ്റേഴ്സ് ഉണ്ടാവണം. പിന്നെ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഉണ്ടാവണം. ഇവിടെ സോഴ്സ് രജിസ്റ്റർ ആയിട്ട് തന്നിരിക്കുന്നത് S1 01 00 01 10 10 10 10 0001 1111 0001 1011 0111. സോ ഒരു ബിറ്റ് വൈസ് 32 ബിറ്റ്
32 ബിറ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ തന്നിരിക്കുകയാണ്, ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു സോഴ്സ് രജിസ്റ്ററിൽ കണ്ടന്റ് തന്നിരിക്കുകയാണ്. S2ലും സിമിലർലി തന്നിരിക്കുകയാണ്. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ പെട്ടെന്നൊന്നും പേടിക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് 3 രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ആണ്. അപ്പൊ ആൻഡിന് എന്ത് ചെയ്യണം, നമ്മൾ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് ഇടുന്ന ആ റിസൾട്ടിനെ S3 എന്ന് പറയുന്ന പർട്ടിക്കുലർ രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റോക്ക് രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എന്തിന്റെയൊക്കെയാണ് ആൻഡ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ S1ന്റെയും S2ന്റെയും ആണ് ചെയ്യേണ്ടത്. അപ്പൊ S1ന്റെയും S2ന്റെയും ആൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ 0യും 1ഉം ആണെങ്കിൽ ആൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 0 വരും. 1ഉം 1ഉം ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, 1 എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുള്ളൂ. രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുകയുള്ളൂ. ഏതിന്റെ കേസില്, ആൻഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന്റെ കേസില്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ കേസില്. എന്നാൽ ഓർ ആണെങ്കിലോ, ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബിറ്റ് വൈസ് ഓപ്പറേറ്റ്, ഇപ്പൊ നമ്മൾ S1ന്റെയും S2ന്റെയും ആണ് ചെയ്യുന്നതെങ്കിൽ S1ന്റെയും S2ന്റെയും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. S1ന്റെ 0 എടുക്കുന്നു, S2ന്റെ ഫസ്റ്റ് ബിറ്റ് എടുക്കുന്നു, രണ്ട് ഫസ്റ്റ് ബിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 0 ഓർ 1 എന്ന് പറഞ്ഞാൽ 0യോ ഓർ 1 ആണെങ്കിൽ, ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 1 ആയാൽ മതി. അപ്പൊ ആൻസർ 1 ആയിരിക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, S1ന്റെയും S2ന്റെയും ആണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ആണെങ്കിലും ഓർ ആണെങ്കിലും എക്സോർ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് S1ന്റെയും S2ന്റെയും ആണ്. അപ്പൊ ബിറ്റ് വൈസ് നമ്മൾ കമ്പയർ ചെയ്യണം. S1ന്റെ ഫസ്റ്റ് ബിറ്റായി 0 എടുക്കുന്നു, S2ന്റെ ഫസ്റ്റ് ബിറ്റായി 1 എടുക്കുന്നു. ആൻഡ് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ 0 ആൻഡ് 1 നോക്കുന്നു, 0 ആൻഡ് 1 നോക്കുമ്പോൾ 0 തന്നെയാണ്. ഇനി ഓർ ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ 0 ഓർ 1 നോക്കുന്നു, അപ്പൊ ഏതെങ്കിലും ഒന്ന് 1 ആയാൽ മതി, അപ്പൊ 1 ആയി ആൻസർ കിട്ടുന്നു. ഇതാണ് ഓർ ഓപ്പറേഷന്റെ ഔട്ട്പുട്ട്. ഇനി എക്സോർ എന്ന് പറഞ്ഞാൽ നോർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ല, ഓറിന്റെ ഇൻവേർഷൻ അല്ല എക്സോർ. ഓറിന്റെ ഇൻവേർഷൻ നോർ ആണ്. എക്സോർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഓർ ആണ്. അത് മീൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരെണ്ണം 1 ആണെങ്കിൽ മാത്രമേ, അതായത് രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു 1 ഉണ്ടാവുള്ളൂ. 0യും 1ഉം ആണെങ്കിൽ മാത്രമേ അവിടെ 1 ഉണ്ടാവുള്ളൂ. 1ഉം 1ഉം ആണെങ്കിൽ 0 ആയിരിക്കും, 0യും 0 ആണെങ്കിൽ 0 ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ബിറ്റായ S1ന്റെ 0 എടുക്കുന്നു, S2ന്റെ 1 എടുക്കുന്നു. 0യും 1ഉം ആയതുകൊണ്ട് തന്നെ എന്താണ്, എക്സോർ ചെയ്യുമ്പോഴും 1 ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ S1ന്റെ 1 എടുക്കുന്നു, സെക്കൻഡ് ബിറ്റായി 1 എടുക്കുന്നു, S2ന്റെ സെക്കൻഡ് ബിറ്റായി 1 എടുക്കുന്നു. 1 എക്സോർ 1 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ 0 ആണ്. എന്നാൽ 0യും S1ന്റെ തേർഡ് ബിറ്റ് 0, S2ന്റെ തേർഡ് ബിറ്റ് 1, 0യും 1 ആയതുകൊണ്ട് 1 ആയിരിക്കും. എക്സോർ എന്ന് പറഞ്ഞാൽ 0 ആൻഡ് 1 കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ 1 റിസൾട്ട് വരികയുള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് ആണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിന് വരുന്നത്. ആൻഡും ഓറും എക്സോറും ഓക്കെ ആണോ? പറഞ്ഞേ പിള്ളേരെ. ഓരോ ബിറ്റ് വൈസ് നോക്കിയാൽ മതി. ഇനി നമുക്കറിയാം ആൻഡ് എന്ന് പറയുന്നത് എന്താണ്, മാസ്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാസ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഈ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് 4012F, 4012F, F23 4012Fനെ ആൻഡ് 0000FF ചെയ്ത് കഴിഞ്ഞാൽ ഈ 2F ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റിനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും മാസ്ക് ചെയ്യുന്നു. മാസ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, 0 വെച്ചുകൊണ്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നോക്കുക, 23401നെ നമ്മൾ 0 വെച്ച് കഴിഞ്ഞ് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ വരുന്നത് 0000 ആയിരിക്കും. സോ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മറക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാസ്കിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഓപ്പറേഷൻ ആണ് ആൻഡ് എന്ന് പറയുന്നത്. ഇനി ഓർ ആണെങ്കിലോ, നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂവിനെ വേറൊരു വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്, 00 ഉള്ളിടത്ത് മറ്റേത് വരുന്നു. ഇവിടെ 00, ഇവിടെ സംബന്ധിച്ചിടത്തോളം F23 4 ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകളാണ് 0 വരുന്നത്. എന്നാൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകളാണ് 0 വരുന്നത്. സോ അത് രണ്ടും കമ്പൈൻ ചെയ്ത് ഒരു ഒരു F23 412BC എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ഇനി എക്സോർ എന്ന് പറയുന്നത് ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോട്ട്, അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യുന്ന അതിന്റെ ഇൻവേർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സോർ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. മാസ്കിംഗ് ആണെങ്കിൽ ആൻഡ് ആയിരിക്കും, കമ്പൈനിങ് ആണെങ്കിൽ ഓർ ആയിരിക്കും, ഇൻവേർഷൻ ആണെങ്കിൽ ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എക്സോർ ആയിരിക്കും. അത്രയും ഓർത്തിരിക്കുക. ഇനി നമുക്ക് വരുന്ന ഒരു മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രജിസ്റ്ററിലെ വാല്യൂസിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻഡിൽ വെച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഷിഫ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസിൽ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പർട്ടിക്കുലർ എൻഡിൽ വെച്ച് ഡ്രോപ്പ് ചെയ്ത് വെക്കാവുന്നു. സോ RISC-V ന് 3 ഓപ്പറേഷൻസ് ആണുള്ളത്, ഷിഫ്റ്റ് ഓപ്പറേഷൻസ്. SLL-ഉം SRL-ഉം SRA-യും. ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കലും ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കലും ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക്കും. എന്താണ് ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് അതിന്റെ ന്യൂമോണിക് കോഡ് വരുന്നത്. ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ ആണെങ്കിൽ SLL T0, T1, T2.
T0, T1, T2. SRL ആണെങ്കിലോ T0, T1, T2. SRA ആണെങ്കിൽ T0, T1, T2. ആ ഒരു ഓർഡറിലാണ് വരുന്നത്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക. S1 എന്ന് പറയുന്ന സോഴ്സ് രജിസ്റ്ററിൽ നമുക്ക് ഏത് ഡേറ്റയുടെ വാല്യൂസ് ആണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. S1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഏത് എന്താ പറയാ ഏത് രജിസ്റ്ററിലുള്ള വാല്യൂസ് ആണോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അതാണ് കൊടുക്കുന്നത്. എന്നാൽ S2 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് പൊസിഷൻസ് ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കേ 010 എന്ന് പറയുന്ന കണ്ടന്റ് ആണ് S2 എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ 2 നമ്പർ ഓഫ് പൊസിഷൻസ് അല്ലെങ്കിൽ ഷിഫ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും 2 ആയിരിക്കും. അപ്പൊ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ ഒന്ന് നോക്കാം. ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കലിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, S1ന് 2 ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. 2 ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഈ കിടക്കുന്ന 2 സീറോസ് ഇല്ലാതെ പോകും. പിന്നെ ബാക്കിയുള്ളതിന് നമ്മൾ ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഇവിടെ എന്ത് വരും, 10 പറഞ്ഞിട്ട് ഇല്ലാതെ പോകും. 32 ബിറ്റ് ആണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത്, പക്ഷെ എന്തായി പോകും 30 ബിറ്റിൽ അത് കംപ്ലീറ്റ് ആയി പോകും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ആ ഒരു ഇത് നികത്താൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കലിനകത്ത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ 00 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിലാണ് 00s ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കലിനകത്ത് എന്ത് സംഭവിക്കുന്നു, നമ്മൾ ആദ്യം ഷിഫ്റ്റ് ചെയ്യുന്നത് റൈറ്റ് പൊസിഷനിലേക്കായിരിക്കും. നമ്മൾ ആദ്യം ഷിഫ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഈ റൈറ്റ് പൊസിഷനിലേക്കായിരിക്കും. ഇവിടെ നോക്കുക 1010 എന്നുള്ളതാണ് S1ന്റെ ലാസ്റ്റ് പൊസിഷൻസ്. അതിനകത്ത് ഈ 10 എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്ത് കളയുന്നു. ബാക്കി എന്താണോ വന്നത്, ഇവിടെ 10 ആണ്, 10 ഇവിടെ എഴുതുന്നു. ഇവിടെ 01 ആണ്, 01 എഴുതുന്നു. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതിനെ ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്സുകൾ 0 ആയിട്ട് കാണുന്നു. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, 0 വെച്ച് ആഡ് ചെയ്ത് വെക്കുന്നു. സോ അതാണ് ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കൽ എന്ന് പറയുന്നത്. ഇനി ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക് ഉണ്ട്. റൈറ്റ് ലോജിക്കൽ പോലെ തന്നെയാണ്, റൈറ്റിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, MSBയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്താണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക്കിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് MSB ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എപ്പോഴും എന്താണ്, ഒരു ഡേറ്റയുടെ അല്ലെങ്കിൽ ഒരു ബൈറ്റിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് അതിന്റെ സൈനിങ്ങിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. തന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണോ, തന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് നമ്പർ ആണോ. സോ ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ ലാസ്റ്റ് എന്തുണ്ടാവില്ല, 2 വാല്യൂസ് ഉണ്ടാവില്ല. കാരണം 32 എണ്ണത്തില് ആദ്യം ഈ 2 എണ്ണത്തിന് നമ്മൾ കളയും, ബാക്കി 30 എണ്ണേ ഉണ്ടാവുള്ളൂ. ആ 30 എണ്ണം എഴുതി കഴിയുമ്പോൾ ഇത്ര ഇതിൽ നിൽക്കും. ഈ 2 0 പിന്നീട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അത് ഇവിടെ 00 ആയതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി ഇവിടുത്തെ 0 എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് സൈൻ നമ്പർ ആണ്, അല്ലെങ്കിൽ സൈൻ്റെ ആണ്. സോ ആ സൈൻ 1 ആയിരുന്നുവെങ്കിൽ ഇവിടെ ഷിഫ്റ്റ് റൈറ്റിൽ ഇവിടെ 1 കൊടുക്കണം. S5 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്ന MSB എന്ന് പറയുന്നത് 1 ആയേനെ, ഡിഫറൻസ് വന്നേനെ. ഇപ്പോ S1 എന്ന് പറയുന്നതിന്റെ MSB 1 ആയിരുന്നു എങ്കിൽ അങ്ങനെയുള്ള കേസ്, അതായത് ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക്കലി സംഭവിക്കുന്നത് ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരു ഡിഫറൻസേ ഉള്ളൂ, ഈ ഇവിടെ വരുന്ന എക്സ്ട്രാ ഏറ്റവും ലെഫ്റ്റിൽ വരുന്ന മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ സോഴ്സ് രജിസ്റ്ററിൽ ഉള്ളത് അത് 1 ആണെങ്കിൽ ഇവിടെ 1 വരും, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0 വരും. 0 വെച്ച് ഫില്ല് ചെയ്ത് വിടുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ SRA എന്ന് പറയുന്ന കോഡും SRL എന്ന് പറയുന്ന കോഡും തമ്മിൽ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? എല്ലാവരും ചാറ്റ് ബോക്സിൽ വന്നേ. എക്സാമ്പിൾ ഫോർ ഹൈ ലെവൽ കൺസ്ട്രക്ട്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് കൺസ്ട്രക്റ്റിന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായ ഒരു എക്സാമ്പിൾ എങ്കിലും ടൈപ്പ് ചെയ്യുക. കൺസ്ട്രക്റ്റിന് എക്സാമ്പിൾസ് ഫംഗ്ഷൻ കോൾസ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകൾ, ലൂപ്പുകൾ, അറേസ്, ഇതൊക്കെ എന്താണ്, എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഓർ ഓപ്പറേഷൻസ് വി യൂസ് ഇൻ RISC-V ആർക്കിടെക്ചർ അല്ലെങ്കിൽ RISC-V പ്രോസസ്. RISC-Vയിൽ ഉപയോഗിക്കുന്ന ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ആൻഡ്, ഓർ, എക്സോർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതില് ഞാൻ പറയുന്നത് സൂക്ഷിച്ച് കേൾക്കണം. ആൻഡ് ആണോ, ഓർ ആണോ, എക്സോർ ആണോ ഈ ഔട്ട്പുട്ട് എന്ന് പറയണം. ഞാൻ കൊടുക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും ഞാൻ പറയും, അത് ഏതിന്റെ ആണ് എന്ന് പറയണം. ഫോർ എക്സാമ്പിൾ 00 കൊടുത്തപ്പോൾ 0 ആണ് വന്നത്, 10 കൊടുത്തപ്പോൾ 1 വന്നു, 01 കൊടുത്തപ്പോൾ 1 വന്നു, 11 കൊടുത്തപ്പോൾ 0 വന്നു. എക്സോറിന്റെ ഔട്ട്പുട്ട് ആണത്. ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് വി യൂസ്ഡ് ഇൻ RISC-V. RISC-Vയിൽ വരുന്ന ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? SRL, SLL, SRA. ഓക്കെ, ഇതിനകത്ത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെ ബാധിക്കുന്ന, ലൈക്ക് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് സൈൻ ബിറ്റിനെ റിപ്പീറ്റഡ്ലി നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നത് ഏതിനകത്താണ്?
SRA ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക്കിലാണ് എന്താണോ നമ്മുടെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് വരുന്നത് അത് റിപ്പീറ്റഡ്ലി ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കലിനകത്ത് ഏത് ബിറ്റുകളെയാണ് നമ്മൾ 00 ഇട്ട് ഫില്ല് ചെയ്യുന്നത്? അതായത് MSB ആണോ LSB ആണോ? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 00 വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഓഫ് കോഴ്സ് ഏതിലായിരിക്കും? ഷിഫ്റ്റ് റൈറ്റ് ലോജിക്കലിനകത്ത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെ ആയിരിക്കും 00 വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസും കൂടി ഉണ്ട്. മറ്റേ SRയുടെ കേസിൽ രണ്ട് കേസ് പറഞ്ഞല്ലോ, ഒരു പോസിറ്റീവ് നെഗറ്റീവ് കേസ് സൈൻ. അത് രണ്ടാമത്തെ കേസാണ് എങ്ങനെ ഷിഫ്റ്റ് ആണെന്ന് പറയും. ഏത് 1 ആണെങ്കിലാ? ഏതൊരു കേസിലേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക്കിനകത്ത് നമ്മൾ പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, അത് ഏതിനാണെങ്കിലും. ഇപ്പൊ S1 എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ രജിസ്റ്ററിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എക്സാമ്പിൾ, ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളില് ഇവിടെ നമ്മൾ സോഴ്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് രണ്ട് രജിസ്റ്റേഴ്സ് ഉണ്ട്, S1 ഉണ്ട് S2 ഉണ്ട്. അതിനകത്ത് S1 ആണ് നമ്മൾ നോക്കുന്നത്, കാരണം S2 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എത്ര നമ്പർ ഓഫ് ബിറ്റുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. എന്നാൽ S1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഇപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് വാല്യൂസ് നോക്കിക്കേ. ഇവിടെ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിൽ കാണുന്ന ബിറ്റ് ആണ്. 0 ആണ് അവിടെ വന്നിരിക്കുന്നത്. 0 മീൻ ചെയ്യുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജറിനെയാണ്. നമ്മൾ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിറ്റ് 0 ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ സോഴ്സ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ S1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. സോ അതുകൊണ്ട് അപ്പൊ എന്താണ്, നമ്മൾ ആ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, SRA ആണ് ചെയ്യുന്നതെങ്കിൽ 00 തന്നെ വെച്ച് ഫില്ല് ചെയ്താൽ മതി. എന്നാൽ S1-നകത്ത് ഈ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ അല്ലെങ്കിൽ ഈ ഏറ്റവും ലെഫ്റ്റിൽ കാണുന്ന ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ അത് മീൻ ചെയ്യുന്നത് S1-ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഡേറ്റയാണ്. അല്ലെങ്കിൽ നെഗറ്റീവ് -126 എന്ന് പറയുന്ന നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വാല്യൂസ് കൊടുക്കുമ്പോൾ ഈ MSB ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ആ ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ട് വെക്കണം, എങ്കിലാണ് അത് നെഗറ്റീവ് ഇൻറ്റീജറിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഇവിടെ 1 ആയിരുന്നു എങ്കിൽ, ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ 1 ആയിരുന്നു എങ്കിൽ നമ്മൾ SRA ചെയ്യുന്ന സമയത്ത് ഇപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ തന്നെയാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 0 വരുന്നു, ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് 1 തന്നെ ആയിരിക്കും. ആ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെ അങ്ങനെ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. റൈറ്റ് ആണല്ലോ, നമുക്ക് അപ്പൊ അവിടെയാണല്ലോ ആഡ് ചെയ്യേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മള് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ നമുക്ക് വരുന്ന മറ്റൊരു രണ്ട് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസും കൂടെ ഉണ്ട്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻ ആണ്, മറ്റൊന്ന് ഡിവിഷൻ ഇൻസ്ട്രക്ഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല, നമ്മൾ എന്താണ് 32 ബിറ്റ് ഒരു ഓപ്പറാൻഡിനെ മറ്റൊരു 32 ബിറ്റ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 64 ബിറ്റുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മൾ ആ 64 ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. പകരം അതിലെ LSB ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിട്ട് വരുന്ന 32 ബിറ്റിനെയാണ് നമ്മൾ വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് MUL എന്ന് പറയുന്നത്. MUL S3, S1, S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ളതും S2 എന്ന് പറയുന്ന രജിസ്റ്ററിലുമുള്ള 32 ബിറ്റ് നമ്പേഴ്സ് ഓപ്പറാൻഡ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അതിൽ കിട്ടുന്ന 64 ബിറ്റ് ഔട്ട്പുട്ടിൽ നിന്ന് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റായ 32 ബിറ്റിനെ S3 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. MUL എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ആണ്. അതിന്റെ കോഡ് പഠിച്ചു വെക്കുക. MUL S3, S1, S2. അവിടെ എന്താണ് നടക്കുന്നതെന്ന് എഴുതി വെക്കുക. S1 എന്ന് പറയുന്ന സോഴ്സ് രജിസ്റ്ററിലുള്ള ഓപ്പറാൻഡും S2 എന്ന് പറയുന്ന സോഴ്സ് രജിസ്റ്ററിലുള്ള ഓപ്പറാൻഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് S3 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി അങ്ങനെ കൂടുതൽ വരുവാണെങ്കിൽ 32 ബിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 64 ബിറ്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ LSB ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവർ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിട്ടുള്ള 32 ബിറ്റുകളായിരിക്കും വാല്യൂ ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷന് 3 ഓപ്പറേഷൻസ് ഉണ്ട്, 3 വേർഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആണ് MULHU എന്ന് പറയുന്നത്. MULH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ MULH S4, S1, S2 എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് S1-ലെയും S2-ലെയും വാല്യൂസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് S4-ലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? S1-ലുള്ള ഡേറ്റയും S2-ലുള്ള ഡേറ്റയും സൈൻഡ് അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ അവിടെ നോക്കുന്നുണ്ട്. രണ്ട് ഓപ്പറാൻഡുകളും S1-ലുള്ള ഓപ്പറാൻഡും S2-ലുള്ള ഓപ്പറാൻഡും
പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനെയുള്ള വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ MLHSU ഇല്ലാത്ത ഈ S1 എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫസ്റ്റ് ഓപ്പറാൻഡ് മാത്രമേ സൈൻഡ് ആണോ അൺസൈൻഡ് ആണോ നമ്മൾ നോക്കുന്നുള്ളൂ. രണ്ടാമത്തത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അൺസൈൻഡ് ആണെന്നുള്ള കൺസെപ്റ്റിലാണ് വെക്കുന്നത്. ഇനി എന്നാൽ MLHU എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ഹൈ അൺസൈൻഡ് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ S1-ലുള്ള ഓപ്പറാൻഡിനെയും S2-ലുള്ള ഓപ്പറാൻഡും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ 3 വേർഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പർട്ടിക്കുലർ നിമോണിക് കോഡും കൂടെ പഠിക്കാനുണ്ട്. DIV എന്ന് പറയുന്ന കോഡും REM എന്ന് പറയുന്നതും. DIV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1-ലെ S2-ലുള്ള കണ്ടന്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് എന്താണോ കോഷ്യന്റ് കിട്ടുന്നത്, എന്താണോ റിസൾട്ട് കിട്ടുന്നത്, അതിനെ S3 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നാൽ റിമൈൻഡർ REM എന്ന് പറയുന്ന പർട്ടിക്കുലർ നിമോണിക് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് S1-ലെ വാല്യൂവിനെ S2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ റിമൈൻഡർ കിട്ടുന്നത് അതിനെ സ്റ്റോർ ചെയ്യുന്ന S4-ലേക്ക്. സോ ഡിവിഷനുമായി ബന്ധപ്പെട്ട് 2 നിമോണിക് കോഡുകളുണ്ട്. DIV എന്ന് പറയുന്ന കോഡും REM എന്ന് പറയുന്ന കോഡും. DIV എന്ന് പറയുന്ന കോഡ് കോഷ്യന്റിന് സ്റ്റോർ ചെയ്യാനും REM എന്ന് പറയുന്ന കോഡ് റിമൈൻഡറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇച്ചിരി സ്പീഡിൽ പറഞ്ഞോ, ഓക്കെ ആണോ? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ഓർത്താണ് പക്ഷെ പറഞ്ഞത്. എന്താ നിമോണിക് കോഡ് മാത്രം പഠിച്ചാൽ മതി. ആ ഒരു പർട്ടിക്കുലർ നിമോണിക് കോഡ് മാത്രം നോക്കിയിരുന്നാൽ മതി. ഡിവിഷൻ ആണെങ്കിൽ DIV-യും REM-ഉം ആണ്. എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ DIV ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോഷ്യന്റ് ആയിരിക്കും, REM ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് റിമൈൻഡർ ആയിരിക്കും. എന്നാൽ മറ്റേ MUL എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയിട്ടുള്ള നിമോണിക് കോഡാണ്. MUL ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ പിന്നെ സോഴ്സ് രജിസ്റ്റേഴ്സ് 2 എണ്ണം കൊടുക്കണം. 2 ഓപ്പറൻസ് ഉണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി MUL 3 തരത്തിലുണ്ട്. MULH ഉണ്ട്, MULHU ഉണ്ട്, MULHSU ഉണ്ട്. MULH എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന 2 ഓപ്പറാൻഡുകളെയും സൈൻ ഉണ്ടോ ഇല്ലയോ നോക്കുന്നു. 8ഉം 3ഉം തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ -8 ആണോ -3 ആണോ 8 ആണോ 3 ആണോ 8 ആണോ -3 ആണോ ആ ഒരു കൺസെപ്റ്റ് നോക്കുന്നു, അതിന്റെ സൈൻ നോക്കുന്നു. ഇനി MULHSU എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്പറാൻഡ് മാത്രം. ഇപ്പൊ 8 ആണ് ആദ്യത്തെ ഓപ്പറാൻഡ് എങ്കിൽ 8ന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. എന്നാൽ മറ്റേ MULHU എന്ന് പറഞ്ഞാൽ 8ഉം 3ഉം തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുള്ളൂ. അത് -8 ആണോ -3 ആണോ -8 ആണോ +3 ആണോ ആ ഒരു കൺസെപ്റ്റേ ഉദ്ദേശിക്കുന്നില്ല. അത്രയാണ് മൾട്ടിപ്ലിക്കേഷനകത്ത് വരുന്നത്. ഓക്കെ അല്ലേ?